കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി സൂചന. ഡോക്ടർ റോയ് CJയുടെ ഡയറിയിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പോലീസിന് കിട്ടിയെന്ന വിവരവുമുണ്ട്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചു. തന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കമ്പനിയെ ഇനി നയിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചും പോലീസ് കണ്ടെടുത്ത ഡയറിയിൽ ഡോക്ടർ റോയ് CJ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇതാണ് ആത്മഹത്യയെക്കുറിച്ച് നേരത്തെ തന്നെ ചിന്തിച്ചിരിക്കാമെന്ന സൂചനയിലേക്ക് പോലീസിനെ എത്തിച്ചത്. റോയ് എത്ര മണിക്ക് ചേംബറിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ SITക്ക് വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. സമയക്രമത്തെക്കുറിച്ച് ജീവനക്കാരും MDയും കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ക്രൈം സീൻ റീക്രിയേഷൻ അടക്കമുള്ള ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. സംഭവ സമയത്തുണ്ടായിരുന്ന ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ആദായനികുതി വകുപ്പ് പ്രോട്ടോകോൾ പാലിച്ചില്ല എന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കത്ത് നൽകി. പാർലമെന്റിലും വിഷയം ചർച്ചയാക്കാനാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ശ്രമം. അതേസമയം തിടുക്കപ്പെട്ട് SIT രൂപീകരിച്ചത് കർണാടകയിൽ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. എന്തോ മറയ്ക്കാനായാണ് സർക്കാർ SIT രൂപീകരിച്ചതെന്നാരോപിച്ച് BJP നേതാവ് BS യെദ്യൂരപ്പ രംഗത്തെത്തി. ഡോക്ടർ റോയ് CJയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പുതിയ ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.